ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രീം കേക്കിൻ്റെ ലെവലിലൊക്കെ എത്താൻ പറ്റുന്ന അടിപൊളി ഒരു പുഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കുക. അതിനായിട്ട് ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ കേട്ടോ. പിന്നീട് നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനുള്ള ഒരു മിക്സ് ഉണ്ടാക്കണം. അതിനായിട്ട് 1/4 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂണോളം വരെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ ബാലൻസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്പൂൺ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് മാറ്റി വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം കേട്ടോ. ഞാനൊരു ചെറിയ ലഞ്ച് ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് ആ പാലിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് മുക്കിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. കുറച്ചും കൂടി ഒന്ന് വെറ്റായിട്ടിരിക്കുന്നതാണ് കേട്ടോ കൂടുതൽ സോഫ്റ്റ്നെസ്സിന് നല്ലത്. അങ്ങനെ നമുക്ക് ഇനി തികയാത്ത വലിയ ട്രേ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ബ്രെഡിൻ്റെ എമൗണ്ട് കൂട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അത് വിപ്പിംഗ് പൗഡറിലേക്ക് പാൽ ഒഴിച്ചിട്ട് ഞാൻ വിപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിന്നീടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പുഡിംഗ് ആയത് കാരണം കേക്കിൻ്റെ അത്ര ബീറ്റ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടി ഒന്ന് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് സെക്കൻഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിപ്പിംഗ് പൗഡർ ഇട്ടിട്ട് മിക്സിയിലും വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്രെഡും ആ വിപ്പിംഗ് ക്രീമും പിന്നെ കൊക്കോ പൗഡറിൻ്റെയും ആ ഒരു 3ൻ്റെ ടേസ്റ്റ് കൂടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആയതൊന്ന് ടിഷ്യൂ പേപ്പറും കൊണ്ടൊന്ന് വടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കൊക്കോ പൗഡർ ഒന്ന് മുകളിലൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആയതൊന്ന് ഒരു ടിഷ്യൂ പേപ്പറും വെച്ചൊന്ന് വടിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതിയല്ലോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 3 മണിക്കൂർ വെക്കാം. നിങ്ങൾക്ക് വേഗം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ പുഡിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനും കഴിക്കാനും എല്ലാം നല്ല അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റും ആണ്. ഉള്ളിലൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് പുഡിങ് കഴിച്ചുകൊണ്ടേയിരിക്കും, കഴിയുന്നതൊന്നും അറിയേയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കരുത് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.